സാറേ, AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നേരത്തെ കർണാടകയിൽ നിന്ന് 5 ഏക്കർ അനധികൃതമായി സ്വത്ത് അല്ലെങ്കിൽ ഈ ഭൂമി കൈപ്പറ്റിയതായി, സർക്കാർ ഭൂമി അതുമായി കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു വാർത്ത ചെയ്തു. ഇപ്പം അത് ഏതാണ്ട് 19 ഏക്കറായി വർദ്ധിച്ചു എന്നുള്ളൊരു കഥ കേൾക്കുന്നു. കഥയാണോ വാർത്തയാണോ? പറയാം. അത് 19 ഏക്കറായിട്ട് വർദ്ധിച്ചതല്ല, ഇത് വേറെ കേസ്. അപ്പൊ ആ 5 ഏക്കർ കൂടാതെയാണ് ഇത്. ആ 5 ഏക്കർ എയ്റോസ്പേസ് ആൻട്രപ്രീനേഴ്സിനുള്ളതാണ്. എയ്റോസ്പേസുമായി ബന്ധപ്പെട്ട വ്യവസായങ്ങൾ തുടങ്ങാനുള്ള സ്ഥലത്താണ് 5 ഏക്കർ ഇങ്ങനെ കുടുംബ ട്രസ്റ്റിന് കൊടുത്തത്. അത് അവസാനം നമുക്കൊന്നുകൂടി പറയാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ പേര് ഈ ഖാർഗെ, ഭാര്യ, മകൻ ഇവരൊക്കെ ചേർന്ന് ഈ സിദ്ധാർത്ഥ വിഹാര ട്രസ്റ്റ്, ആ ട്രസ്റ്റിന് കാലബുർഗി എന്ന് പറഞ്ഞ സ്ഥലത്ത്, മറ്റേത് എയ്റോസ്പേസ് അല്ലേ, ഇന്റർനാഷണൽ എയർപോർട്ടിൻ്റെ അടുത്താണ്. അതെ. ഇത് കാലബുർഗി എന്ന് പറഞ്ഞാൽ കുറച്ച് മാറി ഉള്ള സ്ഥലം. അവിടെ 19 ഏക്കർ സ്ഥലം ഖാർഗെയുടെ കുടുംബ ട്രസ്റ്റിന്. അത് എന്തിനാന്ന് വെച്ചാൽ, ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലി, സാൻസ്ക്രിറ്റ് ആൻഡ് കമ്പാരിറ്റീവ് ഫിലോസഫി സ്ഥാപിക്കാൻ എന്ന് പറഞ്ഞിട്ടാണ്. ഒരു രാജ്യാന്തര ഇൻസ്റ്റിറ്റ്യൂട്ട്. പാലി എന്ന് പറഞ്ഞാൽ ബുദ്ധിസ്റ്റ് കാലത്തെ ബുദ്ധമതക്കാരൊക്കെ ഉപയോഗിച്ചിരുന്ന ഭാഷ പാലി. സംസ്കൃതം മറ്റേ കമ്പാരിറ്റീവ് ഫിലോസഫി. അപ്പോൾ ഇത് ചെറുതായിട്ട് തുടങ്ങി എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടല്ല, സ്ഥലം കൊടുപ്പ്. 2 ഏക്കർ 3 ഏക്കർ 4 ഏക്കർ എന്ന് പറഞ്ഞ് കൊടുത്ത് കൂട്ടിക്കൊണ്ടുവന്ന് പല കാലങ്ങളായിട്ട് കോൺഗ്രസ് മന്ത്രിസഭകളിലുള്ള കാലത്ത് ഖാർഗെയുടെ മകൻ പ്രിയങ്ക അവിടെ മന്ത്രിയാണല്ലോ. അങ്ങനെയാണ് 19 ഏക്കറിലെത്തിയിരിക്കുന്നത്. 30 വർഷത്തെ കരാർ. ഒറ്റ പൈസ പോലും ട്രസ്റ്റിന് മുടക്കില്ല. സൗജന്യമായിട്ടാണ് 19 ഏക്കർ. 2014 മാർച്ചിൽ അന്നത്തെ സിദ്ധരാമയ്യ കോൺഗ്രസ് സർക്കാർ ആണ് ഇത് തുടങ്ങിയത്. ചെറുതായിട്ട് ഇങ്ങനെ കൊടുത്ത് പിന്നെ അപ്പുറത്തുള്ളതും ഒക്കെ ഇങ്ങനെ സർക്കാർ ഭൂമിയാണല്ലോ, അത് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. 2017 മാർച്ച് ആയപ്പോഴാണ് 19 ഏക്കർ എന്ന് പറയുമ്പോൾ 7 കൊല്ലം. പ്രിയങ്ക ഖാർഗെ അപ്പോഴൊക്കെ മന്ത്രിയാണ്. ഇത് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നതും അന്ന് 5 ഏക്കർ കാര്യം പറഞ്ഞ് BJPയുടെ രാജ്യസഭ MP ലഹർ സിംഗ് സിരോയ ആണ്. ഈ സിദ്ധാർത്ഥ വിഹാര ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രസ്റ്റിമാർ ഖാർഗെ, ഭാര്യ രാധാബായി, മകളുടെ ഭർത്താവ് ഗുൽബർഗ MP കൂടിയാണ് രാധാകൃഷ്ണ, മകനും മന്ത്രിയുമായിട്ടുള്ള പ്രിയങ്ക് ഖാർഗെ, മകൻ രാഹുൽ ഖാർഗെ. വേറെ ഒരാളെ എടുപ്പിച്ചിട്ടില്ല, കുടുംബക്കാർ മാത്രം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള പരാതി ഇപ്പോൾ താവർചന്ദ് ഗെലോട്ടിൻ്റെ അടുത്തുണ്ട്, കോടതിയിലുണ്ട്. 3 പരാതിക്കാരുണ്ട്. ഒരു മലയാളി എബ്രഹാം അതിൽ പരാതിക്കാരനാണ്. അവർക്ക് കർണാടക ഇൻഡസ്ട്രിയൽ ഏരിയാസ് ഡെവലപ്മെൻറ്റ് ബോർഡ് ആണ് ആ ട്രസ്റ്റിന്, ഈ ഫാമിലി ട്രസ്റ്റിന് 5 ഏക്കർ കൊടുത്തത്. അത് ഹൈടെക് ഡിഫൻസ് എയ്റോസ്പേസ് പാർക്കിലാണ്. എയ്റോസ്പേസ് ഈ വിമാനങ്ങളുമായി ബന്ധപ്പെട്ട പദ്ധതികൾ, വ്യോമ പദ്ധതികൾക്കുള്ളതാണ്. ഖാർഗെ കുടുംബത്തിന് അങ്ങനെയുള്ള പദ്ധതികളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. അവിടുത്തെ ലാർജ് ആൻഡ് മീഡിയം ഇൻഡസ്ട്രീസ് മന്ത്രി MB പാട്ടീൽ ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഈ 5 ഏക്കർ കൊടുത്തിരിക്കുന്നത്. നേരത്തെ 19.5. ചിലപ്പോൾ ഈ സിദ്ധരാമയ്യ സർക്കാർ പോകുന്നതിന് മുമ്പ് കുറച്ചുകൂടിയൊക്കെ കൊടുക്കുമായിരിക്കും വേറെ എവിടെയെങ്കിലുമൊക്കെ. അങ്ങനെയാണ് ഇപ്പോൾ ഈ മാത്രമല്ല, സിദ്ധരാമയ്യ സ്വന്തം കുടുംബത്തിന് തന്നെയും കൊടുക്കുന്നുണ്ടല്ലോ. ഭാര്യയുടെ മേടിച്ചിട്ട് ചെറിയ വസ്തു വിറ്റിട്ട് നഗരത്തിലെ വലിയ പ്ലോട്ടുകളൊക്കെ ആക്കി മാറ്റി. സിദ്ധരാമയ്യയുടെ കേസ് അങ്ങനെയാണ്. മൈസൂർ അർബൻ ഡെവലപ്മെൻറ്റ് അതോറിറ്റി മുഡ 45.94 ഏക്കറാണ് ഈ എയ്റോസ്പേസ് സ്ഥലത്ത് അവിടുത്തെ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് നീക്കി വെച്ചിരുന്നത്. ആ 45.9 നിന്നാണ് 5 ഏക്കർ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ. അപ്പോൾ
പൊതുവെ ധാരാളം സ്വത്തുക്കളുള്ള ഒരാളായിട്ടാണ് ഖാർഗെ അറിയപ്പെടുന്നത്. നേരത്തെ തന്നെ സർക്കാരിൻ്റെ കാലത്ത് ഇതൊക്കെ വെളിപ്പെടുത്തിയിരുന്നതാണ്. അനുരാഗ് ഠാക്കൂർ ലോക്സഭയിലുമൊക്കെ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് പത്രികയിലൊക്കെ കുറച്ച് കോടികൾ, IT റിട്ടേൺ 27.84 ലക്ഷം, ഭാര്യയുടെ 55 ലക്ഷം എന്നൊക്കെ അതിൽ കാണുന്നുള്ളൂ. 27 കോടി രൂപയുടെ അവസ്ഥയുണ്ടെന്നാണ് തെരഞ്ഞെടുപ്പ് പത്രികയിലൊക്കെ കാണുന്നത്. തെരഞ്ഞെടുപ്പ് പത്രികയിലൊക്കെ മുഴുവൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ കേസുമൊക്കെ ആളുകൾക്ക് കണ്ടെത്തി കൊടുക്കാവുന്നതാണ്. പക്ഷെ ബിനാമിയുമൊക്കെ കാണും. എന്തായാലും വലിയ ജന്മിയാണ് അദ്ദേഹം. അപ്പോൾ ഈ 19 ഏക്കർ ഇപ്പോൾ വലിയ പ്രശ്നമാണ്. അപ്പോൾ ഇനിയും ഇത്തരത്തിൽ ഈ ഖാർഗെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, ഇപ്പം പുള്ളി ആ പദവിയിൽ ഇരിക്കണല്ലോ, അതിന് വേണ്ടിയിട്ട് ഇനിയും ഇത്തരത്തിലുള്ള നടപടികളുമായി കർണാടക സർക്കാർ പോവില്ല നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഖാർഗെ, അതാ ഞാൻ പറഞ്ഞു, ഇനി പോകുന്ന പോക്കിലും ചിലപ്പോൾ സിദ്ധരാമയ്യ കൊടുത്തു എന്നൊക്കെ വരും. കാരണം സിദ്ധരാമയ്യ മുഖ്യമന്ത്രി ആക്കിയത് ഖാർഗെ ആണല്ലോ. അല്ലെങ്കിൽ DK ശിവകുമാറിനോട് ആണ് ഖാർഗെക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തേനെ. പക്ഷേ ശിവകുമാറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ തുടക്കകാലത്തെ പോലെയൊന്നുമല്ല. ഇപ്പോൾ ഒരു ദിവസം തന്നെ 300 കോടി രൂപയുടെ ഈ ക്വാറി ബിസിനസ്സില്ലേ, പാറ, അത് നടത്തുന്ന ആളാണ് ശിവകുമാർ. അപ്പോൾ ശിവകുമാർ വലിയ കച്ചവടക്കാരനാണ്. വലിയ കച്ചവടക്കാരനാകുമ്പോൾ ഇതിനൊന്നും നിന്നില്ല എന്ന് പറയാം. സിദ്ധരാമയ്യ ആകുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ ഒക്കെ ചോദിക്കുമ്പോഴൊക്കെ. മാത്രമല്ല സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഉപകാരസ്മരണ ഇനി ഒരു ചാൻസ് കിട്ടില്ലായിരിക്കും അല്ലേ? അവസാനത്തെ അത് പറഞ്ഞിട്ടുണ്ട്. അവസാനത്തെ തെരഞ്ഞെടുപ്പാണ്, പിൻഗാമി ഇന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ട് 2 പയ്യന്മാരെ പുള്ളി ഒരിക്കൽ സ്റ്റേജിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ അനന്തരവന, ഒരു മകൻ ബെൽജിയത്തിൽ വെച്ച് മരിച്ചു പോയല്ലോ. അവിടെ ഒരു പരിപാടിക്ക് പോയിട്ട് കുഴഞ്ഞു വീണ് മൾട്ടിപ്പിൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. സിദ്ധരാമയ്യയും ഭാര്യയും ഇവിടുന്ന് ബെൽജിയത്തിലേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷെ ആ മരണം ദുരൂഹമാണെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് കുമാരസ്വാമി ആരോപിച്ചിരുന്നു. അന്ന് നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിരുന്നു എന്നാണ് എൻ്റെ. ഇപ്പം ഈ ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് എന്താണ് ഈ വിഷയം ആരും ഒന്ന് ടേക്കപ്പ് ചെയ്തുകൊണ്ടിരാത്ത? അവിടുത്തെ പ്രതിപക്ഷ കക്ഷികളോ മറ്റ് രാഷ്ട്രീയ കക്ഷിക്കാരോ ഒക്കെ ഒന്ന്. പ്രതിപക്ഷമാണ് ഇത് ടേക്കപ്പ് ചെയ്തിരിക്കുന്നത്. അല്ല, എന്നാലും ഒരു പ്രക്ഷോഭം പോലെ ഇതൊരു വലിയ ആരോപണമല്ലേ, ഇത്രയും വലിയ ഭൂമി കൈമാറുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇതൊരു വലിയ കത്തിപ്പടരുന്ന സമരം പോലെയൊക്കെ ആവില്ലേ? എന്തുകൊണ്ടാണ് കർണാടക പോലുള്ള സ്റ്റേറ്റിൽ? കേരളത്തിൽ എപ്പോഴും കത്തിപ്പടരുന്ന സമരമൊന്നും ആകണമെന്നില്ല ഇന്നത്തെ കാലാവസ്ഥയിൽ. ഇപ്പൊ തന്നെ നടക്കുന്ന ഈ അൻവർ എന്നൊക്കെ പറഞ്ഞ സംഭവമൊക്കെ ഉണ്ട്. അതെ, അതിൻ്റെ അകത്തൊക്കെ സത്യത്തിൽ CPM-ഉം കുഞ്ഞാലിക്കുട്ടിയായിട്ടുള്ള മുസ്ലിം ലീഗും ഒക്കെ ആയിട്ടുള്ള ബന്ധവും കള്ളക്കടത്തും ഇങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. ശരിക്കും അത് പൊളിറ്റിക്സ് അല്ല അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിയൊക്കെ ചിന്തിക്കാം, വേറെ കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി എന്ന് ഇംഗ്ലീഷിൽ പറയും, പങ്കാളിത്ത ജനാധിപത്യം എന്ന്. വേറൊരു അർത്ഥത്തിലാണെങ്കിലും ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ കൂടിച്ചേർന്നുള്ള കച്ചവടമൊക്കെയാണ് ഇപ്പോൾ രാഷ്ട്രീയം എന്ന് പറയുന്നത്. കോർപ്പറേറ്റോക്രസി എന്നും പറയും, ഈ കമ്പനികളൊക്കെ ആയിട്ട് ചേർന്നിട്ടുള്ള. മുമ്പ് അങ്ങനെയല്ലല്ലോ, ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ. ഇപ്പം കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഭരണമൊക്കെയാണ്. അല്ല, ഇപ്പോൾ കർണാടകയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിനേക്കാൾ വ്യത്യസ്തമായിട്ട് ഒരുപാട് ലാൻഡൊക്കെയുള്ള മേഖലയാണ്, അപ്പോൾ ഒഴിഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടല്ലേ ആളുകളെ പറ്റിച്ചുകൊണ്ട് ഇങ്ങനെ എഴുതി കൊടുത്താൽ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് ഈ ഭരണാധികാരികൾക്ക് എന്താണ് ഇത്ര? അതാണ് എൻ്റെയും അത്ഭുതം. കാരണം ഇത് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വരുന്ന ഒരു സംഭവമാണ്. നമ്മൾ 1952 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ധനശാസ്ത്രജ്ഞനാണല്ലോ ജോൺ മത്തായി കോട്ടയത്ത് വന്ന് മത്സരിക്കാനായിട്ട് ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് മനോരമ 2ഓ 3ഓ മുഖപ്രസംഗം സാധാരണ ഒരു ദിവസത്തേക്കാണല്ലോ. ഇത് തുടർച്ചയായിട്ട് 3 ദിവസം മറ്റോ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മുഖപ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ജോൺ മത്തായിയുടേത് പിന്നീട് തെരഞ്ഞെടുപ്പ് കേസ്, അതാണെന്ന് തോന്നുന്നു ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കേസ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരുന്നു വിഷയം. ഈ ജോൺ മത്തായി ടാറ്റാ സൺസിൽ നിന്ന് രാജിവെച്ചിരുന്നില്ല തെരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ. അവിടെ ജോലിയിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്, പദവിയിലിരിക്കുകയാണ്. അപ്പോൾ അതായിരുന്നു അതിൻ്റെ അകത്തെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ സംഭവിച്ച രാജ്യമാണിത്. എന്നിട്ടാണ് ഈ മന്ത്രിസഭായോഗം, ഈ പ്രിയങ്ക് ഖാർഗെ ഇരിക്കുന്ന മന്ത്രിസഭായോഗം തന്നെയാണ് ഇതൊക്കെ തൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, സ്ഥലം കൊടുക്കാം, ഭൂമി കൊടുക്കാം എന്നൊക്കെ തീരുമാനിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് താല്പര്യ സംഘർഷമാണ്. സമാനമായ ഒരു കേസ് ഇപ്പം മഹാരാഷ്ട്രയിലും വന്നിട്ടുണ്ട്. സ്വന്തം ട്രസ്റ്റിന് തന്നെ ഭൂമി കൊടുത്ത കേസ്. എന്തായാലും ഇപ്പം ഈ കർണാടകയിലെ കോൺഗ്രസും ദേശീയ അധ്യക്ഷനും തമ്മിലുള്ള ഈ അവിഹിത ബന്ധം എത്ര നാൾ തുടരും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും. അതെ, ഈ കേസുകളൊക്കെ കോടതിയിൽ ഇത് എത്തിയിട്ടില്ല, ഇതും എത്തുമായിരിക്കും. അപ്പോൾ കോടതി എന്ത് നിലപാടെടുക്കുന്നു എന്ന് നോക്കാം. എന്തായാലും ഒരു അനുകൂല നിലപാട് ഉണ്ടാവില്ലല്ലോ. എന്തായാലും ഇതൊരു ഗുരുതരമായ തെറ്റാണെന്ന് കണ്ടെത്തില്ലേ കോടതി സ്വാഭാവികമായിട്ടും? ആ സമയത്ത് ഇയാൾ മന്ത്രിയാണ്, ആ സമയത്ത് ചെയ്തുകൂടായിരുന്നു. അതേസമയം BJP ഭരിക്കുന്ന കാലത്തായിരുന്നെങ്കിൽ കുഴപ്പമില്ല, അങ്ങനെയും ചെയ്യിക്കാമല്ലോ, പലപ്പോഴും ചെയ്യാറുമുണ്ട്. കാരണം സിദ്ധരാമയ്യയുടെ കേസിൽ 50-50, അതായത് 3 ഏക്കർ പാർവതി കൊടുക്കുന്നു സിദ്ധരാമയ്യയുടെ ഭാര്യ, അതിൻ്റെ പകുതി 1.5 ഏക്കർ വരുന്ന പ്ലോട്ടുകൾ സർക്കാർ തിരിച്ചു കൊടുക്കും. അപ്പോൾ 50-50 എന്ന് പറഞ്ഞാൽ ആ സംഗതി വരുന്നത് BJP ഭരണത്തിലാണ്. ആണല്ലേ? അപ്പോൾ എന്തായിരിക്കും തുടർ നടപടി എന്നുള്ളത് കാത്തിരിക്കാം നമുക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.